വിചാരണ കോടതിയുടെ വിധി അതിൻ്റെ ഉയർന്ന ശിക്ഷ നൽകുകയാണ് യഥാർത്ഥത്തിൽ ഹൈക്കോടതി ചെയ്യുന്നത് എന്നുള്ളതാണ്. വധശിക്ഷ ഇല്ല എന്ന സാങ്കേതികത്വം മാറ്റി നിർത്തിയാൽ പ്രതികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കഠിനമായ നിയന്ത്രണങ്ങളോടെയുള്ള ശിക്ഷ വർദ്ധിപ്പിക്കലാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. നമുക്കറിയാവുന്നതുപോലെ ടി.പി. ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ട 2012 മെയ് 4-ന് ശേഷം അവർ റിമാൻഡിലേക്ക് വന്ന് പിന്നീട് 2014 ജനുവരിയിലാണ് മാറാട് പ്രത്യേക കോടതി ഈ പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചെങ്കിൽ കൂടിയും പിന്നീട് ഇങ്ങോട്ടേക്ക് ധാരാളം പരോളുകൾ കിട്ടുന്നതായി നമ്മൾ കണ്ടു. പരോളിൽ ഇറങ്ങിയതിനു ശേഷവും പ്രതികൾ പലതരത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നതും കേരളം കണ്ടിട്ടുള്ളതാണ്. ഈ കാര്യങ്ങളെല്ലാം കോടതിയുടെ മുമ്പാകെ തെളിയിക്കുന്നതിന് വേണ്ടി പ്രോസിക്യൂഷന് കഴിഞ്ഞു എന്നുള്ളതാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാങ്കേതികമായി വധശിക്ഷ ഇല്ല എങ്കിൽ പോലും പ്രതികളുടെ ശിക്ഷ ഉയർത്തുന്നു എന്ന അത്യപൂർവമായ നടപടിക്കാണ് ഇന്ന് ഹൈക്കോടതി സാക്ഷ്യം വഹിച്ചത്. മാത്രമല്ല, ഈ പ്രതികളെ സംബന്ധിച്ചിടത്തോളം അതിൽ ഏറ്റവും തിരിച്ചടിയാവുക എന്നുള്ളത് 20 വർഷക്കാലവും പരോളില്ല എന്നുള്ളതാണ്. ഇഷ്ടംപോലെ പരോളുകൾ, അതായത് ഒരു വർഷം 365 ദിവസമുണ്ടെങ്കിൽ അതിൽ 100 ദിവസത്തിലേറെ പരോള് കിട്ടിയ പ്രതികളാണ് ഇതിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ചു വരുന്ന കാലത്തിലെല്ലാം ഉണ്ടായതെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇനിയൊരു ജീവപര്യന്ത കാലം, ഏകദേശം 20 വർഷക്കാലം എന്നുള്ളത് പ്രതികളെ സംബന്ധിച്ച് പരോളുമായി പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, ജീവപര്യന്തം ശിക്ഷ ഇരട്ട ജീവപര്യന്തമാകുന്ന ശിക്ഷയുണ്ടാകുന്നു. മാത്രമല്ല, വിചാരണ കോടതി കുറ്റക്കാരല്ലെന്ന് കണ്ടെത്തി വെറുതെ വിട്ട 2 പ്രതികളെ കൂടി ശിക്ഷിക്കുന്നു. അവർക്ക് കൂടി ജീവപര്യന്തം ശിക്ഷ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. CPM-നെ സംബന്ധിച്ചിടത്തോളം അത് തിരിച്ചടിയായ തീരുമാനമാണ്. കാരണം CPIM-ന്റെ ഒഞ്ചിയം ഏരിയ കമ്മിറ്റി അംഗമാണ് KK കൃഷ്ണൻ. അതുപോലെ പാനൂരെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാദേശിക നേതാക്കളിൽ ഒരാളാണ് ജ്യോതി ബാബു. ഇവരെ 2 പേരെയും കുറ്റക്കാരെന്ന് കണ്ടെത്തുകയും അവരെ കൂടി ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്യുക എന്നുള്ളത് തീർച്ചയായും പ്രോസിക്യൂഷന്റെ വിജയം തന്നെയാണ്. കഴിഞ്ഞ നാളുകളിലെ കാര്യങ്ങൾ പരിശോധിച്ചാൽ ഇതിൻ്റെ കൃത്യമായ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ച് ജയിലിൽ കിടക്കുന്നതിനിടെ അത് MC അനൂപ് ആയാലും കൊടിസുനി ആയാലും കിർമാണി മനോജ് ആയാലും TK രജീഷ് ആയാലും അണ്ണൻ സുജിത്ത് ആയാലും ഷിനോജ് ആയാലും മുഹമ്മദ് ഷാഫി ആയാലും പരോൾ കാലയളവിൽ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ കേരള സമൂഹത്തിൻ്റെ മുന്നിലുണ്ട്. ഇത് രാഷ്ട്രീയ കൊലപാതകമാണ്, നീചമായ കൊലപാതകമാണ് എന്ന് ഹൈക്കോടതി ഉറക്കെ പറയുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ കീഴ്ക്കോടതിയുടെ ശിക്ഷാവിധി അതിലെ ശിക്ഷ ഉയർത്താനുള്ള അധികാരം ഹൈക്കോടതിക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ വിധി പ്രസ്താവം തുടങ്ങുന്നതും. ഒടുവിൽ അപൂർവങ്ങളിൽ അപൂർവമായിട്ടെന്ന് പറയുന്ന രീതിയിൽ അവരുടെ ശിക്ഷാ കാലയളവിലുള്ള ഇനി വരുന്ന 20 വർഷം പരോള് കിട്ടില്ല, ശിക്ഷ ഇളവ് എന്നുള്ളത് 20 വർഷത്തിന് ശേഷം മാത്രമേ പരിഗണിക്കാൻ പോലും പാടുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ ശിക്ഷയായിട്ട് കാണേണ്ടത് എന്നുള്ളതാണ്. നമുക്ക് അതിന്റെ നാൾ വഴിയിലേക്ക് കടന്നു പോയാൽ അറിയാൻ ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് പരോൾ ലഭിക്കില്ല, അത് കഠിനമായ ശിക്ഷ എന്ന് പറയുമ്പോഴും പ്രസാദ് തന്നെ പുറത്തു കൊണ്ടുവന്ന ഒരു വാർത്തയുണ്ട്. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ ഈ പ്രതികളിൽ പ്രധാനപ്പെട്ട ഈ കൊടിസുനി അടക്കമുള്ള പ്രതികൾ നിർദാക്ഷിണ്യം അല്ലെങ്കിൽ ഏറ്റവും സ്വൈര്യമായ രീതിയിൽ ജയിലിനുള്ളിൽ വിഹരിക്കുക, അവർ മൊബൈൽ ഫോൺ ഉപയോഗിക്കുക എന്ന വിധത്തിലുള്ള എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയാണ് ജയിലിൽ കഴിഞ്ഞിരുന്നത് എന്ന വിധത്തിലുള്ള വാർത്തകൾ പ്രസാദ് തന്നെ പുറത്തു കൊണ്ടുവന്ന വാർത്തകളുണ്ട്. അപ്പോൾ ജയിലിൽ പോലും അവർക്ക് ആ വിധത്തിലുള്ള ട്രീറ്റ്മെന്റ് ഉണ്ടായിരുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. ആ ബില്ല് 2012 മെയ് മാസം 4-ാം തീയതി കൊലപാതകം നടക്കുന്നു. അതിനുശേഷം മെയ് മാസം 15-ാം തീയതിയോടുകൂടിയാണ് ആദ്യ അറസ്റ്റ്. അതായത് ഈ കേസിൽ തെളിവുകൾ നശിപ്പിച്ച, വാളുകൾ കിണറ്റിലെറിഞ്ഞ ലംബു പ്രദീപന്റെ അറസ്റ്റ് ഉണ്ടാകുന്നത്. പിന്നാലെ കുന്നുമക്കര ലോക്കൽ കമ്മിറ്റി അംഗം KC രാമചന്ദ്രനെ അറസ്റ്റ് ചെയ്യുന്നു. അവിടുന്ന് ഇങ്ങോട്ടേക്ക് അണ്ണൻ സുജിത്ത് എന്ന കൊലയാളി സംഘാംഗത്തിൽ തുടങ്ങി മുടക്കോഴി മലയിൽ നിന്ന് പിടിച്ച കിർമാണി മനോജും കൊടിസുനിയും മുഹമ്മദ് ഷാഫിയും ഉൾപ്പെടെയുള്ളവർ, അതിന് പിന്നാലെ മഹാരാഷ്ട്ര അതിർത്തിയിൽ നിന്ന് പിടിക്കുന്ന TK രജീഷ്, പിന്നീട് കോടതിക്ക് മുമ്പാകെ കീഴടങ്ങിയ K ഷിനോജ് ഉൾപ്പെടെയുള്ളവർ, അവർ അതിനുശേഷം, അതായത് ഈ ജയിലിൽ എത്തിയതിന് ശേഷം 2014 മെയ് മാസത്തിന് ശേഷം 2012 മെയ് മാസത്തിന് ശേഷം റിമാൻഡ് കാലയളവിൽ തന്നെ വ്യാപകമായി
ഫോൺ ഉപയോഗിക്കുന്നു, അത് ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നു, ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നു, മറ്റ് സാമൂഹിക മാധ്യമങ്ങളിൽ ഇടപെടുന്നു എന്നുള്ള കാര്യം നമ്മളെല്ലാവരും കണ്ടതാണ്. അതിനുശേഷം ഇങ്ങോട്ടും പലതവണയായി കണ്ണൂർ ജയിലിൽ നിന്നും, വിയ്യൂർ ജയിലിൽ നിന്നും, പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്നും പ്രതികൾ വ്യാപകമായി മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ചു എന്നുള്ളതാണ്. അതിലും പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഇവർ ശിക്ഷാ കാലയളവിൽ കഴിയുന്ന സമയത്ത്, ജയിലിൽ കഴിയുന്ന സമയത്ത് പല ആളുകളെയും വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും കൊട്ടേഷൻ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്തുകയും അതുപോലെ തന്നെ സ്വർണം പൊട്ടിക്കൽ ഉൾപ്പെടെയുള്ള ഗൗരവമായ കുറ്റകൃത്യങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നമുണ്ടാകുന്നത്. നേരത്തെ തന്നെ 2009 മുതൽ ടി പി ചന്ദ്രശേഖരനെ വധിക്കാനുള്ള വലിയ ഗൂഢാലോചനയാണ് നടന്നത്. ആ സമയത്ത് തന്നെ 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തിന് ശേഷമാണ് ആ സമയത്ത് അങ്ങനെയുള്ള ഓപ്പറേഷൻ നടക്കുന്നത്. പിന്നീട് ആ സമയത്ത് നടക്കാതെ പോകുന്നത് വീണ്ടും 2012 ഏപ്രിൽ മാസം 2-ാം തീയതി പൂക്കടയിൽ വെച്ച് നടന്ന ഗൂഢാലോചനയോട് കൂടിയാണ് വീണ്ടും ഇത് സജീവമാകുന്നത്. അങ്ങനെ 2012 ഏപ്രിൽ മാസം 20-നാണ് ടി പി ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രമായി ഒരു മാഹി സ്വദേശിയുടെ പേരിൽ വ്യാജ ID ഉപയോഗിച്ച് ഒരു സിം കാർഡ് ഉപയോഗിക്കുന്നതും ആ സിം കാർഡ് ഉപയോഗിച്ച് നടപടികളിലേക്ക് കടക്കുന്നതും. അങ്ങനെയാണ് 2012 ഏപ്രിൽ മാസം 24-ാം തീയതി കുഞ്ഞനന്തന്റെ വീട്ടിൽ വെച്ച് കുന്നുമക്കര ലോക്കൽ കമ്മിറ്റി അംഗവും ഈ ഓപ്പറേഷന്റെ ചുമതല ഏറ്റെടുത്ത പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗമായ KC രാമചന്ദ്രൻ അവിടെ നിന്ന് CPIM-ന്റെ അന്നത്തെ കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ P മോഹനെ വിളിച്ച് ആ ഫോൺ കുഞ്ഞനന്തന് കൊടുക്കുന്നതും ഇത് പാർട്ടി തീരുമാനമാണെന്ന് ഉറപ്പുവരുത്തുന്നതും ഇതാണ് കുറ്റപത്രത്തിൽ ഉണ്ടായിരുന്നത്. പിന്നീട് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിക്കുകയും ചെയ്യുന്നത്. പിന്നീടാണ് കുഞ്ഞനന്തൻ ഈ കേസ് ഏറ്റെടുക്കുകയും ചെയ്യുന്നത്. നമുക്കറിയാവുന്നതുപോലെ പല തവണയായി ശ്രമിച്ചിട്ടും നടക്കാതിരിക്കുന്ന ഒരു കേസായതുകൊണ്ടാണ് കുഞ്ഞനന്തന്റെ അടുത്ത് ഈ കേസ് എത്തുന്നതും കുഞ്ഞനന്തൻ 3 സംഘങ്ങളായിട്ടുള്ള 7 അംഗ കൊലയാളി സംഘത്തെ യോജിപ്പിക്കുന്നതും. അതിൽ ഒരാളായി മാറി നിൽക്കുന്ന അണ്ണൻ സിജിത്ത്, 3 പേരായി നിൽക്കുന്ന കൊടിസുനി, കിർമാണി മനോജ്, മുഹമ്മദ് ഷാഫി, അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കൊലകൾക്ക് നേതൃത്വം നൽകുന്ന കണ്ണൂരിൽ പലപ്പോഴും പോയി കൊല ചെയ്ത് തിരിച്ച് മഹാരാഷ്ട്രയിലേക്ക് മടങ്ങിയെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരോട് തന്നെ സമ്മതിച്ച TK രജീഷ് വരുന്നു, K ഷിനോജ് വരുന്നു, അതിലേക്ക് MC അനൂപ് കൂടി വരുന്നു. അങ്ങനെയാണ് 2012 ഏപ്രിൽ മാസം അവസാനം ഒരു ഇന്നോവ വാടകയ്ക്കെടുക്കുന്നത്. അങ്ങനെ ആ ഇന്നോവയിൽ വെച്ച് ഇതിനു മുമ്പ്, അതായത് 2012 മെയ് മാസം 4-ന് കൊലപാതകം നടക്കുന്നതിന് 3 തവണ മുമ്പ് തന്നെ വന്നിട്ടും നടക്കാതെ പോവുകയാണ്. ഏറ്റവും ഒടുവിൽ 2012 മെയ് മാസം 4-ാം തീയതി രാത്രി 10:30 വള്ളിക്കാട് വെച്ച് ബൈക്കിൽ വരികയായിരുന്ന ടി പി ചന്ദ്രശേഖരനെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. ഇന്നോവയിൽ പ്രതികളിരുന്ന പൊസിഷൻ പറഞ്ഞാൽ 1-ാം പ്രതി MC അനൂപായിരുന്നു വണ്ടി ഓടിച്ചിരുന്നത്. ടി പി ചന്ദ്രശേഖരനെ ഇന്നോവ കൊണ്ട് ഇടിച്ചിട്ടതിന് ശേഷം അതേ സ്ഥലത്ത് വെച്ച് ഇന്നോവ തിരിച്ച് എടുക്കുകയാണ്. മുന്നിലെ സീറ്റിൽ നിന്ന് TK രജീഷ് വാളുമായി പുറത്തേക്കിറങ്ങുന്നു. തൊട്ടുപിറകിൽ നിന്ന് കൊടിസുനിയും കിർമാണി മനോജും മുഹമ്മദ് ഷാഫിയും അതുപോലെ ഷിനോജും ഇറങ്ങുന്നു. കയ്യിൽ ബോംബ് പിടിച്ച് നിൽക്കുന്നത് കിർമാണി മനോജായിരുന്നു. കിർമാണി മനോജിന്റെ കയ്യിൽ നിന്ന് ബോംബ് വാങ്ങി കൊടിസുനി എറിയുകയാണ്. അതിനുശേഷം ഈ പറയുന്ന 7 പ്രതികളും ചേർന്ന് അതിഭീകരമായി ചന്ദ്രശേഖരനെ വെട്ടിക്കൊലപ്പെടുത്തുകയാണ്. തുടർന്ന് മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തി. ഒരു വെട്ടിന്റെ മുകളിൽ സമാന്തരമായി തുടരുന്ന വെട്ടുകൾ അത് തലശ്ശേരി ഇരട്ട കൊലപാതകത്തിന്റെ സൂചനയാണ് എന്ന് അന്ന് പോസ്റ്റ്മോർട്ടത്തിന് നേതൃത്വം നൽകിയ ഫോറൻസിക് സർജന്മാർ പോലീസിനോട് സൂചന നൽകിയതിൽ നിന്നാണ് കൊലപാതകം കണ്ണൂരിലെ CPIM-ന്റെ നേതൃത്വത്തിലുള്ള കൊട്ടേഷൻ സംഘമാണ് എന്ന തിരിച്ചറിവുണ്ടാകുന്നത്. പിന്നീട് ആ രീതിയിലുള്ള അന്വേഷണത്തിലേക്ക് നീങ്ങുന്നു. അധികം വൈകാതെ മാഷ അള്ള എന്നെഴുതിയ ഇന്നോവ അവിടെ ഉപേക്ഷിച്ച നിലയിൽ, ചൊക്ലിയിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തുന്നു. പിന്നീട് അങ്ങോട്ടേക്ക് ലെമ്പു പ്രദീപനെ പിടികൂടുന്നു. കിണറ്റിൽ നിന്ന് വാള് കണ്ടെത്തുന്നു. കത്തിച്ച അന്ന് ഉപയോഗിച്ച ഡ്രസ്സിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നു. പിന്നീട് അങ്ങോട്ടേക്ക് അന്വേഷണ സംഘം കോൾ റെക്കോർഡുകൾ കൃത്യമായി പരിശോധിച്ചുകൊണ്ട് ശാസ്ത്രീയ തെളിവുകളോടുകൂടി മുന്നോട്ട് പോവുകയാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഒരുപക്ഷെ ആദ്യമായി രാഷ്ട്രീയ കൊലപാതക കേസിൽ രാഷ്ട്രീയ പാർട്ടി കൊടുക്കാത്ത പട്ടിക വെച്ച് പ്രതികളെ പിടികൂടുന്ന ഒരു കേസായി ടി പി ചന്ദ്രശേഖരൻ കേസ് മാറുന്ന ഒരു ചിത്രം. പ്രതികളെ പിടിച്ച് മർദ്ദിക്കുന്നതിന് പകരം ശാസ്ത്രീയമായി ഇന്ന സമയത്ത് നിങ്ങൾ ഇന്ന സ്ഥലത്ത് എന്തിനാണ് പോയതെന്നും ഈ സമയത്ത് എന്തിനാണ് ഇവരെ വിളിച്ചതെന്നും ചോദിച്ച സമയത്ത് കൃത്യമായി മറുപടി പറയേണ്ട രീതിയിലുള്ള ശാസ്ത്രീയമായ തെളിവുകളോടെയുള്ള ഏറ്റവും ഉജ്ജ്വലമായ അന്വേഷണം നടന്ന നാളുകളായിരുന്നു പിന്നീട് അങ്ങോട്ടേക്ക് കടന്നുപോയത്. പിന്നീട്